ഹായ് എവരിവൺ, എല്ലാവർക്കും i+ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എഴുപത്തിരണ്ടാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത് എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാൻ തക്കവണ്ണം 4 അവാർഡുകളാണ് നമുക്ക് സ്വന്തമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അവാർഡ് എത്രത്തോളം PSCക്കും അതുപോലെ സെറ്റ് എക്സാം പോലെയുള്ള എല്ലാ എക്സാമിനും കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് അവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മലയാള സിനിമയ്ക്ക് എത്ര അവാർഡാണ് ലഭിച്ചത്? 4 അവാർഡാണ് ലഭിച്ചത് അല്ലേ? എന്തൊക്കെയായിരുന്നു? മികച്ച നടനുള്ളത്, പിന്നെന്താ, മികച്ച പിന്നണി ഗായിക, മികച്ച മലയാള ചിത്രം, അതുപോലെ മികച്ച ഛായാഗ്രഹണം എന്നീ 4 അവാർഡുകൾ നമുക്ക് മലയാള ഭാഷയ്ക്ക് തന്നെ ലഭിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് 72ാമത് ഫിലിം അവാർഡിൽ ജൂറി ചെയർമാനായിട്ട് നിന്നിരുന്നത് ആരായിരുന്നു? ജയരാജ്. രാജശേഖരൻ നായർ ജയരാജ് എന്ന വ്യക്തിയായിരുന്നു 72ാമത് നാഷണൽ ഫിലിം അവാർഡിൽ ജൂറി ചെയർമാൻ. അപ്പൊ ജൂറി ചെയർമാൻ ആരായിരുന്നു എന്ന ക്വസ്റ്റ്യൻ വരാം. ആരായിരുന്നു? രാജശേഖരൻ നായർ ജയരാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. അദ്ദേഹം എന്താണ്? ഇന്ത്യൻ ഫിലിം മേക്കർ ആണ്, അതുപോലെ നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ കൂടിയാണ്. ആരാണ്? നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ ആയിരുന്നു, അതുപോലെ എന്താണ്, ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ കൂടിയായിരുന്നു ആര്? ഈ ജയരാജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ, 72ാമത് നാഷണൽ ഫിലിം അവാർഡിൽ ഏത് ഇയറിലെ സിനിമകളെയാണ് പരിഗണിച്ചിരുന്നത്? 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത സിനിമകളെ പരിഗണിച്ചിട്ടാണ് എന്ത് വരുന്നത്? ഈ 72ാമത് നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഓരോ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇങ്ങോട്ട് നിൽക്കാവേ. ഫസ്റ്റ് അവാർഡ് എന്താണ്? മികച്ച നടൻ അല്ലേ? മികച്ച നടന് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ മമ്മൂട്ടിക്കാണ്. ഏത് സിനിമയ്ക്കായിരുന്നു? ഭ്രമയുഗം എന്ന സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ഏത് സിനിമയ്ക്കാണ്? ഭ്രമയുഗം എന്ന സിനിമയ്ക്കാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ എത്രാമത്തെ ദേശീയ അവാർഡാണ്? മമ്മൂട്ടിയുടെ എത്രാമത്തെ ദേശീയ അവാർഡാണെന്ന് അറിയാമോ? 4ാമത്തെ ദേശീയ അവാർഡാണ് മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തോടൊപ്പം കാർത്തിക് ആര്യൻ, 2 പേർക്കാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് മമ്മൂട്ടി, രണ്ടാരാണ്? കാർത്തിക് ആര്യൻ. എന്താണ് സിനിമയുടെ പേര്? ചന്തു ചാമ്പ്യൻ. ചന്തു ചാമ്പ്യൻ എന്ന സിനിമയ്ക്കാണ് ആർക്ക് അവാർഡ് കിട്ടിയത്? കാർത്തിക് ആര്യന് നാഷണൽ അവാർഡ് കിട്ടിയത്. ഈ ചന്തു ചാമ്പ്യൻ എന്താണ്? ഒരു ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ഫിലിമാണ്. 2024 ഡയറക്റ്റ് ചെയ്തത് ആരായിരുന്നു? കബീർ ഖാൻ ആണ്. ആരാണ്? കബീർ ഖാൻ ഡയറക്റ്റ് ചെയ്ത ചന്തു ചാമ്പ്യൻ എന്ന ഫിലിമിലാണ് കാർത്തിക് ആര്യന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഭ്രമയുഗത്തിന് മമ്മൂട്ടിക്കും, അതുപോലെ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിൽ നിന്ന് ആർക്കാണ്? കാർത്തിക് ആര്യനും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു. ഓക്കെ, മമ്മൂട്ടിക്ക് 4 തവണ ദേശീയ അവാർഡ് ലഭിച്ചെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ സിനിമയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് മമ്മൂട്ടിയോടൊപ്പം ഈ 4 ദേശീയ അവാർഡ് കിട്ടിയ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആരാണ്? അമിതാഭ് ബച്ചൻ ആണ് അല്ലേ? അമിതാഭ് ബച്ചനും എന്ത് കിട്ടിയിട്ടുണ്ട്? 4 തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി മമ്മൂട്ടിയുടെ സിനിമകൾ നോക്കിയാലോ. 1989 എന്നാണ്, 1989 മതിലുകൾ, അതുപോലെ ഒരു വടക്കൻ വീരഗാഥ എന്നീ 2 ചിത്രങ്ങൾക്ക് ആർക്ക് അവാർഡ് ലഭിച്ചു? മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. പിന്നെന്നാ 1993 പിന്നെന്താണ് 1993 പൊന്തന്മാട, ഏതാണ്? പൊന്തന്മാട, വിധേയൻ എന്നീ 2 ചിത്രങ്ങൾക്ക് ആർക്ക് ദേശീയ അവാർഡ് ലഭിച്ചു? മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. പിന്നെന്താണ് 98 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. ഇപ്പോൾ 2024 ഭ്രമയുഗം എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ദേശീയ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഇപ്പൊ കറണ്ട് അഫെയർ ആണെങ്കിൽ കൂടി അതിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ആയിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോവുക. അപ്പൊ 4 ഇയർ നോക്കുക. 89, 93, 98, 24 സിനിമകൾ നോക്കുക. മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, 93 പൊന്തന്മാട, വിധേയൻ, 98 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, 24 ഏതാണ്? ഭ്രമയുഗം എന്ന ചിത്രം. അപ്പൊ അദ്ദേഹത്തോടൊപ്പം 4 ദേശീയ അവാർഡ് ലഭിച്ച 4 ദേശീയ അവാർഡ് ലഭിച്ച മറ്റൊരു വ്യക്തി ഏതാന്ന് ചോദിച്ചാൽ ആരാണ്? അമിതാഭ് ബച്ചൻ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, മികച്ച നടൻ ആരാന്ന് പറഞ്ഞു. പിന്നെ ആരാണ്? മികച്ച നടിയിലേക്ക് പോകാം. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് യാമി ഗൗതം. ആരാണ്? യാമി ഗൗതം. ചിത്രം ഏതാണ്? ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിന് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? യാമി ഗൗതം. ആ സിനിമ ഡയറക്റ്റ് ചെയ്തതാരാണ്? ആദിത്യ സുഹാസ് ജംഭാലെ. ആരാണ്?
ആദിത്യ സുഹാസ് ജാംഭലെയാണ് ഏത് സിനിമ ഡയറക്റ്റ് ചെയ്തത്? ആർട്ടിക്കിൾ 370 എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ആർട്ടിക്കിൾ 370 എന്ന സിനിമയുടെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ആരാണ്? ശാശ്വത് സച്ദേവ്. ആരാണ്? ശാശ്വത് സച്ദേവ്. അപ്പൊ 370 മികച്ച നടി 370 എന്ന സിനിമയിൽ നിന്നാണ് മികച്ച നടി എന്നൊരു അംഗീകാരം യാമി ഗൗതത്തിന് ലഭിച്ചത്. അതുപോലെ എന്താണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫിലിം ഏതാണ്? ആർട്ടിക്കിൾ 370. ഹിന്ദി ഫിലിമാണ് ഏത്? ആർട്ടിക്കിൾ 370 എന്നുള്ളത്. അതിന് ആർക്ക് ലഭിച്ചു? ശാശ്വത് സച്ദേവിന് ലഭിച്ചു. ഓക്കെ, 370-ന് 2 അവാർഡുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ബെസ്റ്റ് ഡയറക്ടർ? ദ ഫിലിം അമരൻ വാസ് എ മേജർ വിന്നർ സെക്യൂറിംഗ് 3 പ്രസ്റ്റീജിയസ് ഓണേഴ്സ്. 3 അവാർഡുകളാണ് അമരൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ബെസ്റ്റ് ഡയറക്ഷൻ ആരാണ്? രാജ്കുമാർ പെരിയസ്വാമി. ആരാണ്? രാജ്കുമാർ പെരിയസ്വാമിക്ക് ബെസ്റ്റ് ഡയറക്ഷൻ ഏത് ഫിലിമില്? അമരൻ എന്ന ഫിലിമിൽ നിന്ന്. പിന്നെന്താണ് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ? GV പ്രകാശ് കുമാർ. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏത് സിനിമയാണ്? അമരൻ എന്ന സിനിമയ്ക്ക് ആർക്ക് ലഭിച്ചു? GV പ്രകാശ് കുമാറിന് ലഭിച്ചു. പിന്നെന്താണ് ബെസ്റ്റ് എഡിറ്റിംഗ് ആരാണ്? R കലൈവാനൻ. അത് ഏത് സിനിമയാണ്? അമരൻ എന്ന സിനിമ നമ്മൾ കണ്ടതല്ലേ? അമരൻ മുകുന്ദ എന്ന ഒരു പട്ടാളക്കാരന്റെ ജീവിതം കാണിച്ചുകൊണ്ടുള്ള സിനിമ അല്ലേ? അപ്പോൾ 3 അവാർഡുകളാണ് ലഭിച്ചത് ഏത് സിനിമയ്ക്ക്? അമരൻ എന്ന സിനിമയ്ക്ക്. ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ ബെസ്റ്റ് എഡിറ്റിംഗ്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ്? എന്താണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ? ആർക്കാണ്? സഞ്ജയ് മിശ്ര. ഏതാണ് സിനിമ? ഭക്ഷക്. ഹിന്ദി സിനിമയായ ഭക്ഷകിനാണ് റോൾ എന്തായിരുന്നു? ഭാസ്കർ സിൻഹ എന്ന ക്യാമറാമാന്റെ റോളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ സഞ്ജയ് മിശ്രക്ക് ഉണ്ടായിരുന്നത്. ഫിലിം ഏതായിരുന്നു? ഭക്ഷക്. ഹിന്ദി ഫിലിമായ ഭക്ഷകിനാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ്? ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് ആരാണ്? 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മഹാരാജ, തമിഴ് മൂവിയായ മഹാരാജയ്ക്ക് സജന നമിദാസ്. അതുപോലെ പിന്നെ എന്താ മിഥ്യ, കന്നഡയിലെ മിഥ്യ എന്ന സിനിമയ്ക്ക് രൂപശ്രീ വർക്കടി. എന്താണ്? രൂപശ്രീ വർക്കടി. 2 പേരാണ്. ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്? രൂപശ്രീ വർക്കടി ഫോർ മിഥ്യ. അതുപോലെ സപ്പോർട്ടിംഗ് ആക്ട്രസ് പേര് ആരാണ്? സജന നമിദാസ്. ഏതാണ്? തമിഴ് മൂവി മഹാരാജ. അപ്പൊ 2 പേർക്കാണ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡ് ലഭിച്ചത്. അത് നോക്കി വെക്കുക. ഏത് ലാംഗ്വേജ് ഏതാണ്? കന്നഡയിലെ മിഥ്യ, രൂപശ്രീ വർക്കടി. പിന്നെന്താണ് തമിഴില് സജന നമിദാസ് മൂവി മഹാരാജ. പിന്നെന്താണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി? മികച്ച ഛായാഗ്രഹണം അവാർഡ് ഡീറ്റെയിൽസ് എന്താണ്? ആർക്കാണ് ലഭിച്ചത്? ഷഹനാദ് ജലാൽ. ആരാണ്? ഷഹനാദ് ജലാൽ. ഫിലിം ഏതാണ്? ഭ്രമയുഗം. നമ്മൾ പറഞ്ഞില്ലേ മലയാളത്തിൽ 4 അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഏത്? ഈ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, മികച്ച ഛായാഗ്രഹണം. ഏത് സിനിമയ്ക്കാണ്? ഭ്രമയുഗം എന്ന സിനിമയ്ക്ക്. രാഹുൽ സദാശിവനാണ് എന്ത് ഭ്രമയുഗം എന്ന ഫിലിം സംവിധാനം ചെയ്തത്. രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് എന്ത് കിട്ടി? ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി. അതുപോലെ മറ്റൊരെണ്ണം നമ്മൾ പഠിച്ചു. ഏതാണ്? മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു മമ്മൂട്ടിക്ക്. അതുപോലെ ഷഹനാദ് ജലാലിന് എന്ത് കിട്ടി? ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്ന അവാർഡ് ലഭിച്ചു. ചിത്രം ഭ്രമയുഗം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, തിരക്കഥ അല്ലേ? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഏതാണ്? സുകുമാർ ഫോർ പുഷ്പ 2. എന്താണ്? തെലുങ്ക് സിനിമയായ പുഷ്പ 2-നാണ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സുകുമാർ ഫോർ പുഷ്പ 2 ദ റോൾ, തെലുഗു സിനിമ. ഇനി എന്താണ് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ? മികച്ച നവാഗത സംവിധായകൻ ആരാണ്? രൺദീപ് ഹൂഡ. എന്താണ്? രൺദീപ് ഹൂഡയ്ക്കാണ്. ഏതാണ് സിനിമ? സ്വതന്ത്ര വീർ സവർക്കർ. സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രത്തില് രൺദീപ് ഹൂഡയ്ക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ആർക്കാണ് ലഭിച്ചത്? മികച്ച നവാഗത സംവിധായകൻ ആരാണ്? രൺദീപ് ഹൂഡയാണ്. ഏതാണ് ചിത്രം? സ്വതന്ത്ര വീർ സവർക്കർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രത്യേക പരാമർശം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയ്ക്ക് നടൻ ധനുഷിനാണ് എന്ത് ചെയ്തത്? പ്രത്യേക പരാമർശം കിട്ടിയിട്ടുള്ളത്. സ്പെഷ്യൽ മെൻഷൻ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയ്ക്ക് ആർക്ക് ലഭിച്ചു? ധനുഷിന് ലഭിച്ചു. ഓക്കെ, ഏതായിരുന്നു ചിത്രം എന്ന് ഓർത്ത് വെക്കുക? ക്യാപ്റ്റൻ മില്ലർ. ഇനി അടുത്തത് വീണ്ടും നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണ്. എന്താണ്? മികച്ച മലയാള ചിത്രം. ഓക്കെ, ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ.
ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആരായിരുന്നു ഡയറക്ടർ? ഫാസിൽ മുഹമ്മദ്. നമ്മൾക്ക് നേരത്തെ ഒരു അവാർഡും ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ മലയാളത്തിലെ 55ാമത് മികച്ച മലയാള ചിത്രം എന്നുള്ള ഒരു അവാർഡ് എന്തിനു ലഭിച്ചിട്ടുണ്ട്? ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന ഫിലിമിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 72ാമത് ദേശീയ അവാർഡിലും അതിന് സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. എന്താണ്? മികച്ച മലയാള ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഡയറക്ടർ ആരാണ്? ഫാസിൽ മുഹമ്മദ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും ഓർത്ത് നോക്കുക. 55ാമത് സംസ്ഥാന ഫിലിം അവാർഡില് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്. അതുപോലെ ഇവിടെ എന്താണ്? 72ാമത് ദേശീയ അവാർഡും എന്തിനു ലഭിച്ചിരിക്കുകയാണ്? ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മികച്ച ജനപ്രിയ ചിത്രം കൂടുതൽ ജനപ്രിയമായി തോന്നിയ ചിത്രം ഏതാണ്? കൽക്കി 2898 AD. ഓക്കെ, കൽക്കി 2898 AD. ഈ ഒരു ചിത്രമാണ് എന്ത്? മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. എന്താണ്? മികച്ച ജനപ്രിയ ചിത്രം, ബെസ്റ്റ് ഫീച്ചർ ഫിലിം. എന്താണ്? മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് കൽക്കി 2898 AD എന്ന ഫിലിമാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. വീണ്ടും മലയാളത്തിലേക്ക് ആരാണ്? നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. ആരാണ്? വൈക്കം വിജയലക്ഷ്മിക്കാണ് ബെസ്റ്റ് ഫീമെയിൽ സിംഗർ, മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. ഏത് സിനിമയ്ക്കായിരുന്നു? ARM എന്ന സിനിമയ്ക്ക് അല്ലേ? അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ അങ്ങുവാനക്കോണില് എന്ന പാട്ടിലാണ് ആർക്ക് ലഭിച്ചത്? വൈക്കം വിജയലക്ഷ്മിക്ക് ബെസ്റ്റ് ഫീമെയിൽ സിംഗറിനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പൊ നമ്മൾ മലയാളത്തിന് 4 അവാർഡ് പറഞ്ഞു. മികച്ച നടൻ, പിന്നെന്തായിരുന്നു? മികച്ച ഛായാഗ്രഹണം, മികച്ച ഗായിക പറഞ്ഞു. ഓക്കെ, നീ എന്താ പറയുന്നേ? ഫീമെയിൽ സിംഗർ പറഞ്ഞു. ഏത് സിനിമയാണെന്ന് ഓർത്ത് വെക്കുക. ARM ആണ് സിനിമ. ഇനി എന്താണ്? ഫീമെയിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് മെയിൽ നോക്കണ്ടേ? ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ ആരാണ്? അഭയ് ജോധ്പൂർക്കർ. ആരാണ്? അഭയ് ജോധ്പൂർക്കർ. മറാത്തി സോങ് നവസാച്ചി ഗൗരി മാസി ഫ്രം ദ ഫിലിം ഗാരാട്ട് ഗണപതി. ഓക്കെ, ആർക്കാണ്? അഭയ് ജോധ്പൂർക്കറിനാണ് ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്? നവസാച്ചി ഗൗരി മസി എന്ന സോങ്ങിന് ഏത് ഫിലിമിൽ നിന്നുള്ള? ഗാരാട്ട് ഗണപതി എന്ന ഫിലിമിൽ നിന്നുള്ള നവസാച്ചി ഗൗരി മസി എന്ന സോങ്ങിന് അഭയ് ജോധ്പൂർക്കറിന് എന്ത് ലഭിച്ചു? ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള 72ാമത് നാഷണൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ മെയിൽ ഓർക്കുക, ഫീമെയിൽ ഓർക്കുക. ഇനി എന്താണ്? ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ. ആരാണ്? ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അവാർഡ് ലഭിച്ചത് എന്തിനാണ്? ആർക്കാണ്? നിതിൻ സിഹാനി ചൗധരി. ആർക്കാണ്? നിതിൻ സിഹാനി ചൗധരി. ഏതാണ് മൂവി? കൽക്കി. നമ്മൾ മുമ്പേ ഒരു കൽക്കിക്ക് ഒരു അവാർഡ്, മികച്ച ജനപ്രിയ ചിത്രമായിട്ട് എന്തിനെ പറഞ്ഞിരുന്നു? കൽക്കിയെ പറഞ്ഞിരുന്നു. അതുപോലെ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അവാർഡ് ലഭിച്ച നിതിൻ സിഹാനി ചൗധരി ഏത് ഫിലിമിന് വേണ്ടിയിട്ടാണ് അവാർഡ് ലഭിച്ചത്? കൽക്കിക്ക് വേണ്ടിയിട്ടാണ്. കൽക്കി 2898 AD. ഓക്കെ, ആ ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ആർക്ക്? നിതിൻ സിഹാനി ചൗധരിക്ക് എന്ത് കിട്ടിയത്? ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താ? ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ. എന്താണ്? ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ്? ദീപാലി നൂർ, അതുപോലെ ശീതൾ ശർമ്മ. ആരാണ്? ദീപാലി നൂർ, ശീതൾ ശർമ്മ. ഫിലിം ഏതാണ്? പുഷ്പ 2 ദ റൂൾ. ഏതാണ്? പുഷ്പ 2 ദ റൂൾ എന്ന തെലുങ്ക് സിനിമയിൽ നിന്ന് ദീപാലി നൂറിനും അതുപോലെ ശീതൾ ശർമ്മയ്ക്കും ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനറിനുള്ള അവാർഡ് ലഭിച്ചു. ഓക്കെ, അപ്പൊ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആരൊക്കെയാണ്? ദീപാലി നൂർ, അതുപോലെ ശീതൾ ശർമ്മ. ഏതാണ് ഫിലിം? പുഷ്പ 2 തെലുഗു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബെസ്റ്റ് എഡിറ്റിംഗ് ആരാണ്? ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ അമരൻ എന്ന സിനിമയ്ക്ക് തമിഴിലെ നമ്മൾ അമരന് 3 അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്തൊന്നാണ് ഇത് ബെസ്റ്റ് എഡിറ്റിംഗ് ഉള്ളത്. ആർക്കാണ്? ആർ കലൈവാനൻ. ആരാണ്? ആർ കലൈവാനനാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം കാറ്റഗറിയിലുള്ള അമരൻ എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി ബെസ്റ്റ് എഡിറ്റിംഗ് അവാർഡ് ആര് സ്വന്തമാക്കി? ആർ കലൈവാനൻ എന്ന വ്യക്തി സ്വന്തമാക്കി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഡയലോഗ് റൈറ്റർ അവാർഡ്. മികച്ച തിരക്കഥാകൃത്ത്. എന്താണ്? മികച്ച തിരക്കഥാകൃത്ത്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഡയലോഗ് റൈറ്റർ അവാർഡ് ആർക്ക് ലഭിച്ചു? വെങ്കി അറ്റ്ലൂരിക്ക് ലഭിച്ചു. ആർക്കാണ്? വെങ്കി അറ്റ്ലൂരിക്ക് ലഭിച്ചു. കാറ്റഗറി ഏതാണ്? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ഓർ ഡയലോഗ് റൈറ്റർ. ഏതാണ് ഫിലിം?
തെലുഗു ഫിലിമായ ലക്കി ഭാസ്കറിനാണ് എന്ത് കിട്ടിയത്? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഡയലോഗ് റൈറ്റർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്, ദുൽഖർ സൽമാന്റെ അല്ലേ? അതിലെ തെലുഗു സിനിമയ്ക്കാണ്, തെലുഗു ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഡയലോഗ് റൈറ്റർ അവാർഡ് ലഭിച്ചത്. ആർക്ക് ലഭിച്ചു? വെങ്കി അട്ലൂരിക്ക് ലഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ അവാർഡുകൾ നോക്കി. നമ്മൾ കുറേ അവാർഡുകൾ നോക്കി. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എല്ലാ PSC പരീക്ഷയായാലും സെറ്റ് പോലുള്ള എക്സാമിനായാലും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അത് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക. പേരുകളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തു പോവുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്